ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുൾട്ടാനിമുട്ടി ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ അകറ്റാനും അതുപോലെ തന്നെ പിമ്പിൾസിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ്. കരിവാളിപ്പ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. സൺടാൻ മൂലമൊക്കെയുള്ള കരിവാളിപ്പ് ഉണ്ടാവാറുണ്ട്. നെറ്റിയിലൊക്കെ ഒരുപാട് കറുപ്പ് നിറം വരുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സൺലൈറ്റ് ഒരുപാട് അടിക്കാതെ അങ്ങനെ പ്രോബ്ലംസ് പിഗ്മെന്റേഷൻ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. കരിമംഗലത്തിന്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഇത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ വിസിബിളായിട്ട് തോന്നും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ 1 സ്പൂൺ മുൾട്ടാനിമുട്ടി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ആയുർവേദ കടകളിലും അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. വാങ്ങണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മുൾട്ടാനിമുട്ടി മിക്കവാറും എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. ഇത് സ്കിന്നിനെ നല്ല ഡീപ്പാക്കി ക്ലീൻ ചെയ്യാനായിട്ട്, ക്ലെൻസ് ചെയ്യാനായിട്ടൊക്കെ ഉപകരിക്കുന്ന ഒരു പൗഡറാണ്. വളരെ വിലയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിൻ കെയർ ചെയ്യുന്നവർ ഇത് ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പണ്ടൊക്കെയുള്ള ഫേഷ്യലുകളിലൊക്കെ ഫേസ് പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതിൽ ഒരു പ്രധാന കാര്യം തന്നെയായിരുന്നു മുൾട്ടാനിമുട്ടി. അപ്പോൾ നമ്മുടെ മുൾട്ടാനിമുട്ടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഞാനിവിടെ സാൻഡൽവുഡ് പൗഡറാണ്, അത് 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഹെർബൽ പൗഡേഴ്സൊക്കെ ആണെങ്കിൽ രക്തചന്ദനമില്ലേ, ഇത് കണ്ട ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. രക്തചന്ദനം, ഇത് ഡാർക്ക് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ, പിമ്പിൾസിൻ്റെയൊക്കെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചേർത്താൽ മതി കേട്ടോ. ഇത് സൂപ്പറാണ് നമ്മുടെ അത്തരം പ്രശ്നങ്ങൾക്ക്. പിമ്പിൾസൊക്കെ പാടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഓരോ നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലം അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ഹണിയാണ്. ഹണിയുടെ കാര്യം നല്ലൊരു മോയ്സ്ചറൈസറാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുൾട്ടാനിമുട്ടിയൊക്കെ കുറച്ച് സ്കിൻ ഡ്രൈ ആക്കുന്നുണ്ടെങ്കിലും ഹണി ചേർക്കുമ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ മാറി കിട്ടുന്നതാണ്. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് യോജിക്കാത്തതുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ തേൻ ചേർക്കുന്നത് നല്ലതാണ്. സ്കിന്നിൻ്റെ പ്രോബ്ലംസിന് എല്ലാത്തിനും പിഗ്മെൻറ്റേഷനൊക്കെ വളരെ നല്ലതാണ് തേൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നാരങ്ങാ നീരാണ്. ഇത് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഡാർക്ക് നെക്ക് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ, ഡാർക്ക്നെസ്സിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരു ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങാ നീര് അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടറും ലൈം ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഇപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർക്കാം. നമ്മളിവിടെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വരണ്ട ചർമ്മക്കാർക്കൊക്കെ ഈ പാൽ കൂടി ചേർക്കുമ്പോൾ നല്ലതായിരിക്കും. ഇപ്പോൾ നല്ല ഓയിലി സ്കിന്നാണ്, മുഖക്കുരു നന്നായിട്ട് വരുന്ന ആളുകളാണെങ്കിലൊക്കെ പാലിന് പകരം റോസ് വാട്ടർ ചേർത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഡ്രൈ സ്കിന്ന് തന്നെയാണ്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ ഈ ഒരു കുങ്കുമാതി തൈലം ചേർക്കുന്നത്. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ്. വാസുവിൻ്റെ ആയുർവേദിക് ഒരു ബ്യൂട്ടി ഓയിലാണ് കേട്ടോ, ഫേഷ്യൽ ഓയിലാണ്. ഇത് ഡ്രൈനെസ്സൊക്കെ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ചെറിയ വരകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒരു 2 ഡ്രോപ്പ് എങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ കരിമംഗലത്തിൻ്റെ പ്രശ്നത്തിനൊക്കെ സൂപ്പറായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. കുങ്കുമാതി തൈലം ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തവർ അതും കൂടി ചെയ്യുക. പിന്നെ വെയിൽ കൊള്ളാതിരിക്കുക. ഇതൊക്കെയാണ് പിഗ്മെൻറ്റേഷന്, കരിമംഗലത്തിനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കേട്ടോ. ഇത് നല്ല ബ്രൈറ്റനിങ്ങിന് നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ മുൾട്ടാനി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് കാണാം.
ചില ആൾക്കാർക്ക് നാരങ്ങാനീര് ചേരില്ല ചർമ്മത്തിൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് നാരങ്ങാനീര് മാത്രമായിട്ടല്ല നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു പ്രശ്നമില്ല. നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണിത്. അപ്പോൾ അത് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റുമോ പറ്റുകയില്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കൈത്തണ്ടയിൽ ഒരല്പം അപ്ലൈ ചെയ്ത്, അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ മറ്റോ ഉണ്ടോ എന്ന് അങ്ങനെ നോക്കി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണോ ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ്റെ പ്രോബ്ലംസോ നെറ്റിയിലൊക്കെ ഇങ്ങനെ കരിവാളിപ്പ് വരുന്നവരുണ്ട്, അപ്പോൾ അവിടെ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ, ആ ഒരു രീതിയിൽ. അപ്പം ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. നല്ല കട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുക. അപ്പം ഞാൻ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇതിന് നമ്മൾ എപ്പോഴാണ് വാഷ് ചെയ്ത് കളയേണ്ടത്, എങ്ങനെയാണ് വാഷ് ചെയ്ത് കളയേണ്ടത് എന്ന് ഞാൻ പറയാം. നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നൊരവസ്ഥയല്ലേ, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിണ്ട് വരുന്നൊരവസ്ഥയല്ല. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ചെറുതായിട്ട് നമ്മുടെ ഫേസിൽ ഒരു വലിച്ചിൽ പോലെ ഒരു ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഒരു ടവലിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് അത് വെച്ച് നമുക്കിങ്ങനെ തുടച്ചെടുക്കാം. അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഫേസിൽ ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത്. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇതിങ്ങനെ തൂത്തെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിനൊക്കെ ഒന്ന് ചേഞ്ച് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പാക്കുകളൊക്കെ നമ്മളൊരു 10 മിനിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ സെല്ലിലേക്ക് ഇതിൻ്റെ ഗുണങ്ങൾ, ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിൽ കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് മതിയാകും. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ മുൾട്ടാനിമുട്ടി പാക്കൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഒരു ഇഷ്ടം തോന്നിയൊരു പാക്കാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇല്ലയെന്ന് ഓർത്ത് കുഴപ്പമില്ല കേട്ടോ, അത് മാറ്റിയിട്ട് ഉപയോഗിക്കാം. എങ്കിലും നന്നായിട്ട് ഒരു മുൾട്ടിയും അതുപോലെ തന്നെ നാരങ്ങ നീരും തേനും ഒക്കെ ചേർത്തിട്ട്, അതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ, അത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പാല് ചേർത്തിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ കുങ്കുമാതി തൈലം അപ്ലൈ ചെയ്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ചെയ്യുന്നത്. നല്ല ഒരു ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഉപയോഗിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുങ്കുമാതി തൈലം നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലവ് യു ഓൾ.